എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ചോറിന് ബെസ്റ്റാണ്. ഇതിന് അധികം സമയം വേണ്ട. കുറച്ച് തേങ്ങയൊക്കെ അരയ്ക്കണം. പച്ച അരച്ചാൽ മതി, വറുത്തരയ്ക്കൊന്നും വേണ്ട. ഏത്തക്കായ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഇത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വരൂ. 2 പച്ച ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ഇത് അധികം മൂത്ത് വലുതായ കായല്ല. ഇത് കറി വയ്ക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ കായിൻ്റെ 2 അറ്റവും കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ ആ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഭാഗം ഒന്ന്, ഇതിൻ്റെ തൊലി മുഴുവനായിട്ട് കളയേണ്ട ആവശ്യമില്ല. ഒന്ന് പതുക്കെ ഒന്ന് ചെത്തി, ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ പതുക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞു. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ നെടുകെ പൊളിച്ചിട്ട് 4ആക്കി അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ അത്ര വലിയ കായല്ലാത്തതുകൊണ്ട് ഞാൻ നെടുകെ ഇങ്ങനെ പൊളിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതിന് കുറച്ച് കറയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കണം. ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ടൊരു 3-4 വട്ടം നല്ലതുപോലെ കഴുകിയെടുക്കണം. പിന്നെ ചെറിയ ഉള്ളി, അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. കൂടുതലായാലും നല്ലതാണ്. ഒരു 10-12 എടുക്കാം. പിന്നെ തക്കാളി നല്ലതുപോലെ പഴുത്തത്, 2 പച്ചമുളക്. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകിയെടുത്ത ഏത്തക്കായിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് സോട്ട് ചെയ്തിട്ട് നമുക്ക് കറി വയ്ക്കാം. കാരണം അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഇതാവുമ്പോൾ വെന്തും കിട്ടും, നല്ലതുപോലെ കുഴയാതെ നല്ല ഇതായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച് കഴുകിയൊക്കെ വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇതിലിട്ട്, ചെറിയ ഉള്ളി ഇപ്പോൾ ഈ ചെറിയ ഉള്ളി ആണെങ്കിൽ ഇത് കുറച്ച് വലിപ്പമുള്ളതായിരുന്നു, അതുകൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. അതായത് ഞാനിപ്പം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടിയൊക്കെ നമുക്ക് അരപ്പിൻ്റെ കൂടെ ചേർത്ത് അരച്ചാൽ മതി. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, അതൊന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കണ വിധത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇനിയും നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അല്പം ജീരകവും കൂടി ചേർക്കുന്നുണ്ട്, ഒരു നുള്ള് ജീരകം. എന്നിട്ടിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പോലെ അരയണം. അരച്ച് എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അല്പം വെള്ളമൊക്കെ ചേർത്തിട്ടാണ് അരച്ചത്. അത് മതി. ഇപ്പം നമ്മളുടെ കായിൻ്റെ കഷ്ണങ്ങളും ഉള്ളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ പിഴിഞ്ഞ് ഒരു 1/4 കപ്പ് പുളിവെള്ളമായിട്ടെടുത്ത് അത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ കഷ്ണങ്ങളിൽ ഈ പുളി നല്ലതുപോലെ ഒന്ന് പിടിച്ച് റെഡിയായി കിട്ടും. നമ്മൾ നേരത്തെ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, നല്ലതുപോലെ പഴുത്ത തക്കാളിയാണ്. അത് കനം കുറച്ച് അരിഞ്ഞ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ഇതിൻ്റെ കൂടെ ഈ കഷ്ണങ്ങളുടെ കൂടെ കിടന്ന് തക്കാളി ഒന്ന് തിളച്ചൊന്ന് സോഫ്റ്റായി വരും. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടിയും ഒക്കെ നമ്മൾ പച്ചയ്ക്കാണ് അരച്ചേക്കുന്നത്, ചൂടാക്കിയിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. കുറച്ച് ജീരകവും കൂടി അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ അരപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കുക. എന്നിട്ട് ഇതൊന്ന് കുറുകി വരും. അതായത് നമ്മൾ മൺചട്ടിയിലാണല്ലോ വച്ചിരിക്കുന്നത്. ദേ അരപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ തക്കാളി ഒന്ന് നല്ലതുപോലെ തിളച്ച് അതിൻ്റെ കൂടെ നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് കറി റെഡിയാണ്. അത് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്കൊരു കടുക് പൊട്ടിച്ചിട്ടാൽ മതി. അതിനൊരു ചെറിയ പാൻ വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് കൊടുത്തു. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ 3-4 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും 2 വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ? ഒരു 2 മിനിറ്റ് ഈ ചട്ടി ഒന്ന് അടച്ചു വെച്ചിട്ട് എടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ ബെസ്റ്റാണ്. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടോ? ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. അടുത്ത വീഡിയോയിൽ നമുക്കുടനെ കാണാം. താങ്ക് യു. ബൈ.